വേണ്ടിയിട്ടാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ കോടയൊക്കെ മേളിൽ നിൽക്കുന്നു. ഇപ്പം ഇറങ്ങി താഴെ ഇറങ്ങി വന്നു. അവിടെ കുരങ്ങിൻ്റെ അടി കാണാൻ ഗൈസ്, നോക്കുക, അവിടെ കുരങ്ങിൻ്റെ അടി കാണാൻ പറ്റും. കവാട കാണാൻ പറ്റും. അവിടെ നമ്മുടെ വണ്ടി നമ്പറൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു നമ്പർ തരും. പിന്നെ നമ്മൾ തിരിച്ച് ഇറങ്ങി വരുമ്പോൾ ആ നമ്പർ പറഞ്ഞാൽ ഇത് പിന്നെ പൊക്കിയിട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതെന്തിനാന്ന് വെച്ചാൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ മിസ്സിംഗ് ആയി പോയാന്നുണ്ടെങ്കിൽ അത് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളത് പാലിക്കണം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉള്ളത് എറണാകുളം ജില്ലയിലെ ഏഴാറ്റുമുഖം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് ഒരു തൂക്കുപാലം കാണാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം വരുന്ന വഴിക്ക് കുറേ കുരങ്ങന്മാരുണ്ട്. ഇവിടെ തന്നെ കാണുമ്പോൾ വണ്ടികളുടെ മുകളിലും താഴെ എല്ലായിടത്തും കുരങ്ങന്മാരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. കവാടത്തിൻ്റെ അടുത്ത് കയറുമ്പോൾ തന്നെ കാണാൻ പറ്റും വെൽക്കം ടു പ്രകൃതി ഗ്രാമം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് പ്രകൃതി ഗ്രാമം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇത് കേരള ടൂറിസത്തിൻ്റെ വകയാണ് ഈ ഏഴാറ്റുമുഖം എന്ന് പറഞ്ഞ സ്ഥലം. നമ്മൾ കയറി വരുമ്പോൾ തന്നെ കവാടത്തിന് മുന്നായിട്ട് കാണുന്നത് ടിക്കറ്റ് കൗണ്ടറാണ്. അപ്പോൾ ഇതാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള ബോർഡ്. അതിനകത്ത് എൻട്രി ഫീസ് അഡൾട്ട്സിന് 20 റുപ്പീസാണ്. പിന്നെ കിഡ്സിന് അതിൻ്റെ ഹാഫായിട്ട് 10 റുപ്പീസുമാണ് വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഉള്ളിലോട്ട് പോകാം. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോൾ കവാടം നല്ല അടിപൊളിയായിട്ട് പണിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് മണ്ടയിലൂടെ കുരങ്ങൊക്കെ പോകുന്നത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. കയറുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ബോർഡിൽ എഴുതിയേക്കുന്ന കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അതേപോലെ ഇത് നോ സ്മോക്കിംഗ് ഏരിയയാണ്. അതിമനോഹരമായിട്ട് വുഡിൽ പണിഞ്ഞിട്ടുള്ളൊരു നമുക്ക് ഗേറ്റ് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അതേപോലെ നോക്കുമ്പോൾ ഇവിടെ മൊത്തം ഫ്ലവേഴ്സാണ്. അതേപോലെ ബട്ടർഫ്ലൈ ഗാർഡൻ ഇതിന് വിളിക്കും. കുറേ ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു ഞങ്ങളിവിടെ വരുമ്പോൾ. ഇപ്പോഴും കുറേ ബട്ടർഫ്ലൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് ഏരിയ. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് കാണുന്നതാണ് ക്യാൻറ്റീൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുവരുവാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചോറ് പൊതിഞ്ഞോ വല്ല ഇങ്ങനെ കൊണ്ടുവരുവാന്നുണ്ടെങ്കിൽ ക്യാൻറ്റീനുള്ളിൽ വെച്ച് കഴിക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടുന്ന് ക്യാൻറ്റീന്ന് വാങ്ങിച്ച ഫുഡ് മാത്രമേ ക്യാൻറ്റീനുള്ളിൽ നിന്ന് ഇവിടുന്ന് കഴിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ കൊണ്ടുവരുവാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിക്കാൻ പറ്റത്തില്ല. പുറത്ത് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കഴിക്കാം. ദാണ്ട ഗൈസ്, കുരങ്ങൻ്റെ തലയുടെ വണ്ടയിലൂടെ ഒരു കമ്പിയിലൂടെയൊക്കെ കയറുന്നുണ്ട്. ആദ്യം കണ്ടപ്പോൾ പേടിയായിപ്പോയി. പിന്നെ നല്ല രസമുണ്ടെന്ന് തോന്നി. നമ്മൾ കണ്ട കവാടത്തിൻ്റെ മേളിലൂടെയൊക്കെ നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ നമുക്ക് അതുകൊണ്ടൊക്കെ കയറിയിട്ട് വരാം. ഇതുവഴിയാണ് നമുക്ക് കയറാൻ പറ്റുന്നത്. അതിന് വേണ്ടി സ്റ്റെപ്പൊക്കെ ഉണ്ട്. കുരങ്ങന്മാരൊക്കെ അടുത്ത് കാണാൻ പറ്റും. നമുക്കിവിടെ കുരങ്ങന്മാർ എപ്പോഴും ഇവിടെ കാണുന്നതാണ്. നമുക്ക് കയറാം. കയറുമ്പോൾ ഇവിടെ തടിയുടെ ഷേപ്പിലെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ കുരങ്ങിൻ്റെ അടി കാണാൻ ഗൈസ്, നോക്കുക, അവിടെ കുരങ്ങിൻ്റെ അടി കാണാൻ പറ്റും. ഇതേപോലെ എല്ലാവരും കൂടെ അടി ഉണ്ടാക്കുമെന്ന് തോന്നുന്നു. നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഇനി നമുക്ക് കയറാം. അപ്പോൾ ഗൈസ് ഞാൻ ഈ കൂടാരമല്ല കവാടത്തിന് മേളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇരിക്കുമ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിച്ചാൽ മതി. കാരണം കുരങ്ങിൻ്റെ അപ്പിയൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാനാദ്യം അവിടെ ഇരിക്കാൻ വേണ്ടി പോയതാണ്. പിന്നെയാണ് കണ്ടത് അവിടെ ഇതുണ്ടത്. പിന്നെ അല്ലാത്ത സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടുത്തെ തൂക്കുപാലമാണ് കാണാൻ വേണ്ടി പോകുന്നത്. ഇനി എൻ്റെ വീട്ടിൽ കുറേ കുട്ടി കുരങ്ങും കുറേ വലിയ കുരങ്ങളും ഉണ്ട്. അവർ ചവറിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുകയാണ്. കൂട്ടത്തോടെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. പക്ഷെ അടുത്ത് ചെന്നാൽ ചിലപ്പോൾ ഡേഞ്ചർ ആയിരിക്കും. നമുക്ക് ഇനി തൂക്കുപാലത്തിൻ്റെ അടുത്തോട്ടുള്ള വിശേഷങ്ങൾ നോക്കാം. ഇവിടെ ഒരു തിട്ടയിൽ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടെ ഇരിക്കാനും പറ്റുന്നതാണ്.
അതേപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേണ്ടേ ഈ കാണുന്നതാണ് നമ്മുടെ തൂക്കുപാലം എന്ന് പറഞ്ഞാൽ. ഇതുമാണ് സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് അതുവഴി പോകാവുന്നതാണ്. ഓ അവിടെ ഒരു കുരങ്ങ് അതിൻ്റെ അമ്മയായിട്ട് കിടന്ന് കളിക്കുന്നുണ്ടോ ഗൈസ്? ഇത് ചിലപ്പോൾ അടുത്ത് ചെന്നാലേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗൈസ് നമുക്കിനി തൂക്കുപാലത്തിൻ്റെ അടുത്തോട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇവിടെ പ്ലാസ്റ്റിക് കുപ്പികളും കാര്യങ്ങളൊക്കെ ഒന്ന് ഇടരുതെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻഫോർമേഷൻ ബോർഡ് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് മേളിലോട്ട് കയറാം. ഗൈസ് ആളുകളൊക്കെ സൈഡിലൂടെയൊക്കെ പോകുമ്പോൾ ആ സൈഡ് കുലുങ്ങുന്നുണ്ട്. പക്ഷേ ഇവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആരും കുലുക്കരുതെന്ന്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് നടന്ന് എറണാകുളം ജില്ലയിൽ നിന്ന് തൃശ്ശൂർ ജില്ലയിലോട്ട് എത്തണം എന്നാൽ പറ്റും. കാരണം ഈ തൂക്കുപാലം അതിന് സാധിക്കും. കാരണം ഈ സൈഡ് എന്ന് വെച്ചാൽ എറണാകുളം ജില്ലയാണ്, പിന്നെ ആ സൈഡ് എന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയാണ് കാണുന്നത്. അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. ഡാം ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നത് കാണാം. നമുക്ക് ഈ സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയുടെ സൈഡിലായിട്ട് നല്ലപോലെ കോട ഇറങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും മലയുടെ അടുത്തുനിന്ന് കോട ഇറങ്ങുന്നുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ ഈ സൈഡിൽ എറണാകുളം ജില്ലയും പിന്നെ ഈ സൈഡിൽ തൃശ്ശൂർ ജില്ലയാണ്. അപ്പം നിങ്ങൾക്ക് ഈ സൈഡിൽ നിന്ന് ടിക്കറ്റ് എടുത്താൽ ഈ പാലത്തിൻ്റെ എൻഡ് വരെ പോകാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശനം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വേറെ ടിക്കറ്റ് എടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ നിങ്ങൾ അവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ പാലത്തിൻ്റെ എൻഡ് വരെ വരുന്നതാണ്. അതേപോലെ ഇവിടെ വേറെ ടിക്കറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ ഗൈസ് അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഞാൻ ഇവിടെ വന്നപ്പോൾ ഉള്ളത് കുളിക്കാനൊക്കെ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാനൊക്കെ പറഞ്ഞു വന്നതാണ്. പക്ഷേ എനിക്കത് പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വേനൽക്കാലത്ത് മാത്രമേ ഇവിടെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. മഴ പെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. ചെറുതായിട്ട് മഴയൊക്കെ പിടിക്കുന്നു, മാത്രമല്ല ഇടിയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ വന്ന സ്ഥലത്തായിട്ട് തന്നെ തിരിച്ചു പോകാൻ പാലത്തിൻ്റെ നടുക്ക് വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. അപ്പോഴത്തേക്ക് നമുക്ക് എവിടെ നോക്കിയാലും ഈ ഒരു വ്യൂ കാണാൻ പറ്റും. ഞാൻ അപ്പുറത്തെ സൈഡിലോട്ട് നോക്കിയാൽ വേറൊരു അടിപൊളി വ്യൂ ആണ് കാണുന്നത്. മഴക്കാലത്ത് ഇവിടെ ഇറങ്ങാൻ പാടില്ലാന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഈ പ്ലേസ് വന്ന് വിസിറ്റ് ചെയ്യാം, തൂക്കുപാലം കയറാം. അപ്പം ഇവിടെ വന്ന ഒരു നല്ല വൈബാണ് കിട്ടുന്നത്. ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം തിരക്കുണ്ടെന്ന് അറിയാൻ പറ്റും ഈ തൂക്കുപാലത്തിൽ. അതേപോലെ തന്നെ ഈ തൂക്കുപാലത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഭാഗങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. അതേപോലെ ആ മലയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണാനും അടിപൊളി സെറ്റപ്പാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ കോടയൊക്കെ മേളിൽ നിൽക്കുന്നു. ഇപ്പോൾ ഇറങ്ങി താഴെ ഇറങ്ങി വന്നു.
അപ്പം താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിമനോഹരമായിട്ടുള്ള ചിൽഡ്രൻസ് പാർക്ക് കാണാൻ പറ്റുന്നതാണ്. അതേപോലെ ആ പാർക്കിൻ്റെ സൈഡിലായിട്ട് നമ്മൾ നേരത്തെ കണ്ട ഒരു അരുവി ഒഴുകുന്നുണ്ട്. നമുക്കിവിടെ സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ ചിൽഡ്രൻസ് പാർക്കിൽ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു മരം ഇവിടെ വെച്ച് കിളിപ്പിച്ചിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫോട്ടോസും നല്ല നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ്. നമുക്കിവിടെ ട്രീ ഹൗസ് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റുമോയെന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ കാണുമ്പോൾ വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് സൈഡിലൂടെ പോകാം. അയ്യോ, ഇത് അടച്ചിട്ടേക്കുവാണ് ഗൈസ്. ഇതുവഴി കയറാൻ പറ്റത്തില്ല. ഇത് അടച്ചിട്ടേക്കുവാണ്, ഇവിടെ കയറാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ അതിമനോഹരമായിട്ടുള്ള വേറെയും കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സ്ലൈഡ് കാണാൻ പറ്റും, പിന്നെ ഇങ്ങനെ കറങ്ങുന്ന സാധനം കാണാൻ പറ്റും, പിന്നെ ഇങ്ങനെ ആടുന്ന സാധനമൊക്കെ കാണാൻ പറ്റും. ഗൈസ്, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടായിട്ടുള്ള പട്ടിക്കുട്ടി ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ നിൽക്കുന്ന കാണാൻ പറ്റും. അപ്പം ഗൈസ്, നമ്മൾ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ എൻ്റെ ഏഴാറ്റുമുഖം വ്ളോഗ്സ്. അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്ന തുടങ്ങിയ ആ ബോർഡിൻ്റെ അടുത്തുനിന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ സമ്മർ ടൈമിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും ഈ സ്ഥലം. അപ്പം നിങ്ങൾ ഈ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള സ്ഥലമാണിത്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. അപ്പോൾ ടാറ്റാ ബൈ ബൈ.